ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് പേസ്ട്രി. നമുക്ക് ഇത് 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേസ്ട്രിയാണിത്. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഓറിയോ ബിസ്ക്കറ്റ്, ഇത് 120 ഗ്രാമിൻ്റെ കേട്ടോ. ഇതിന്ന് ഇത് സെപ്പറേറ്റ് ആക്കാം. ക്രീമും ബിസ്ക്കറ്റും രണ്ടാക്കാം കേട്ടോ. ക്രീം ഒരു വേറെ പാത്രത്തിലേക്കാക്കാം. ഇത് കണക്ക് ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഞാനൊരു 4 പീസ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ 2 ബിസ്ക്കറ്റ് കേട്ടോ. ഇതുപോലെ 4 പീസാണ്. ഇതെനിക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ബിസ്ക്കറ്റിനെ ഒന്ന് പൊടിക്കാം. ആദ്യം ഞാൻ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പൗഡർ കണക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതൊരു പൗഡർ പോലെ പൊടിച്ചെടുക്കാം. ഇതുപോലെ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഒട്ടും തരി പാടില്ല കേട്ടോ. ഇതിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ പൗഡർ എടുക്കണേണ്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് യോജിക്കണം. ഇനി ഇതിലേക്ക് ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാലാണ്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഇതിൽ കുറച്ച് പാലും കൂടെ വേണം. അപ്പം ഞാൻ 1/2 കപ്പാണ് ഇപ്പം ഒഴിച്ചേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ചേർത്തേക്കുന്ന പാലിൻ്റെ അളവ് 1/2 കപ്പും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു റിബൺ കണക്കാണ് വരേണ്ടത്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. നന്നായിട്ട് ഇത് കലക്കിയെടുക്കാം. നല്ലൊരു ഷൈനിങ് ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ട്രേയിൽ എല്ലായിടത്തും പറ്റിക്കാം. അതിനുശേഷം ഇതിലേക്ക് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തും ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചേക്കുന്ന ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കണം കേട്ടോ. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇപ്പം നല്ല ചൂടാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു കുക്കറിൻ്റെയൊക്കെ അടിയിൽ വെക്കുന്ന ഒരു പാത്രമുണ്ട്, അത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പാത്രം ഇറക്കി വെക്കാം. ഇത് സൈഡ് മുട്ടാൻ പാടില്ല കേട്ടോ. ഇതൊന്ന് അടച്ചു വെക്കാം. മൂടിക്ക് ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ അടച്ചു വെക്കുക. ഇത് എയർ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. സ്റ്റൗവിൻ്റെ ഫ്ലെയിമിന് ലോ ഫ്ലെയിമിലിട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ പാൽ ചേർക്കാം. അതിനുശേഷം ഇതൊന്ന് അരിയിച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ 1 ടേബിൾ സ്പൂൺ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാട്ടോ ഇതിലേക്ക് ഇടുന്നത്. അതും കൂടി ഇട്ടിട്ട് തന്നെ നല്ല ക്രീമി ആക്കിയെടുക്കാം. ഇത് കണക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ക്രീമി കണക്കായിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇതൊന്ന് കുത്തി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ അകത്തൊന്നും ഇത് മാറ്റാം. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഇതിൻ്റെ പുറത്തെ പേപ്പർ മാറ്റാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ ഇളക്കിയെടുത്ത ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അത് ഇതുപോലെ 2 ആയിട്ട് ഇങ്ങനെ മടക്കിയെടുത്തു. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചു. കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് 2 ആയിട്ട് മുറിക്കാം. ഓക്കെ. അതിനുശേഷം ഇപ്പുറത്തോട്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ഓൾറെഡി സോഫ്റ്റാണ്. അപ്പോൾ ഇതും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നല്ലപോലെ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് മറിച്ചിടുന്നില്ല. ഇത് അടിവശത്ത് തന്നെയാട്ടോ ഇത് ഷുഗർ സിറപ്പ് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെയാട്ടോ വെക്കുന്നത്. നല്ല സോഫ്റ്റ് ആട്ടോ ഈ കേക്ക്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ക്രീം ആട്ടോ അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് കൂടെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ ഒന്നും കൂടെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുന്നതാണ്. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്യും. ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. അത് കൈ കൊണ്ട് തന്നെയാട്ടോ ഞാൻ പൊടിച്ചെടുത്തത്. ഒരു തരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു പീസ് ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലെ പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് പേസ്ട്രി ഉണ്ടാക്കുന്ന എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് കൂട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ആ ബെല്ലൈക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഒന്ന് ഷെയർ ചെയ്തേക്കട്ടോ. അപ്പോൾ ഇനി